ഹായ് ഫ്രണ്ട്സ്, ഇന്നും കുറച്ച് ഉപകാരമായിട്ടുള്ള ടിപ്സാണ് ഉള്ളത്. നമുക്കിന്നൊരു വാസലിൻ ഉപയോഗിച്ചൊരു ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഷൂ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും വേണ്ടിയുള്ള ടിപ്സാണിത്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഷൂ പോളിഷ് ഇല്ലാത്ത അവസരങ്ങളിൽ നല്ല ഷൂ വൃത്തിയായിട്ടിരിക്കാനുള്ള ടിപ്പാണിത്. ഇതിനായിട്ട് വാസലിൻ എടുത്ത ശേഷം ഒരു ചെറിയ തുണി കഷ്ണമോ ബ്രഷോ ഉപയോഗിച്ച് തുടച്ചു കൊടുത്താൽ മതി. ചെയ്ത് നോക്കുമ്പോൾ അറിയാം, നല്ല വ്യത്യാസം കാണും. നല്ല തിളക്കമുണ്ട്, ആ വാസലിൻ്റെ ഒരു തിളക്കം കിട്ടും. നമുക്കിപ്പോൾ എപ്പോഴും ഷൂ പോളിഷ് കാണണമെന്നില്ലല്ലോ. അപ്പോൾ ഷൂ പോളിഷ് ഇല്ലാത്തപ്പോൾ ഈ ഐഡിയ ഉപയോഗിക്കുക. ഇത് നല്ലൊരു ടിപ്പാണ്. അടുത്തതായിട്ട് നമ്മുടെ വീടുകളിൽ ഹാൻഡ് ബാഗ്, പേഴ്സ്, സ്കൂൾ ബാഗ്, ഇനി ലെതർ കൊണ്ടുള്ള ബാഗുകളിലൊക്കെ ഈ വാസലിൻ ഉപയോഗിച്ച് ഇതുപോലെ തുടയ്ക്കാവുന്നതാണ്. നല്ല ഗ്ലേസിങ് കിട്ടും. ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫാൻസി ഐറ്റങ്ങൾ, വള, മാല, കമ്മൽ എന്നിവയൊക്കെ കുറച്ച് വാസലിൻ എടുത്ത് തുടച്ചു കൊടുത്താൽ നല്ല ഗ്ലേസിങ് കിട്ടും. ഇതും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നല്ലൊരു ടിപ്പാണിത്. ഫാൻസി വളകളിലൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നല്ല തിളക്കം കിട്ടും. കണ്ടില്ലേ? കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്, നല്ല തിളക്കമുണ്ട്. അടുത്തതൊരു മാലയാണ് കാണിക്കുന്നത്. വാസലിൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ല തിളക്കം കിട്ടും. പുത്തനാക്കി എടുക്കാം പഴയ മാലയൊക്കെ ഇങ്ങനെ ചെയ്താൽ. ബാഗിൻ്റെ സിബ് ചില സമയത്ത് ടൈറ്റായിട്ടിരിക്കും. ഈ സമയത്ത് നമുക്ക് വാസലിൻ കുറച്ച് തേച്ച് കൊടുത്താൽ ആ ടൈറ്റ് മാറി സിബ് നല്ലപോലെ തുറക്കാൻ പറ്റും. മോതിരം, വളയൊക്കെ കയ്യിൽ നിന്ന് ഊരാൻ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ വാസലിൻ ചെറുതായിട്ട് തേച്ച് കൊടുത്തിട്ട് ഊരിയാൽ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആ വാതിലിൻ്റെ വിജാഗിരി ഭാഗത്ത് കുറച്ച് വാസലിൻ തേച്ചാൽ മതി. അതിൻ്റെ ശബ്ദം മാറിക്കിട്ടും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. കമ്മൽ കാതിലിടാൻ നേരത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ വാസലിൻ ചെറുതായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് കിച്ചണിൽ ഉറുമ്പ്, പാറ്റ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഒരു ബൗളിൽ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വാസലിൻ എടുത്ത് നന്നായി മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സായി വരുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയെടുക്കാം. ഇനി അത് ഉറുമ്പുള്ള ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തുടച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. കിച്ചണിൽ ഉറുമ്പ് ശല്യമൊക്കെ മാറ്റാൻ പറ്റിയ ടിപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.